നിഫ്റ്റി അടുത്ത് തന്നെ 25,000 പോയിന്റ് കീഴടക്കുമോ? നിർണായക നിലവാരം എന്ന് പറയാനാകില്ലെങ്കിലും അടുത്ത് തന്നെ സെൻസെക്സ് 78,000 പോയിന്റ് പിടിച്ചടക്കുമോ? ക്രൂഡ് ഓയിൽ വില പടിയിറങ്ങുകയും റെക്കോർഡ് തകർച്ചയ്ക്ക് ശേഷം രൂപയുടെ നില മെച്ചപ്പെടുകയും ചെയ്തിരിക്കെ നിഫ്റ്റി വീണ്ടെടുത്തിരിക്കുന്ന കരുത്ത് നിക്ഷേപകരുടെ നെടുനാളായി കാത്തിരിക്കുന്ന ബുൾ മാർക്കറ്റിന് വേദിയൊരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മെയ് 11 മുതൽ 15 വരെയുള്ള വ്യാപാര വാരം സംബന്ധിച്ച് ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ മാർക്കറ്റ് റിവ്യൂ. സെൻസെക്സ്, നിഫ്റ്റി എന്നിവയുടെ അനുമാനം, അപ്പോളോ ടയേഴ്സ്, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങി 40ഓളം കമ്പനികളുടെ പ്രവർത്തന ഫല പ്രഖ്യാപന തീയതികൾ, ഡിവിഡന്റിന് അർഹതയുള്ളവരെ നിർണയിക്കുന്ന റെക്കോർഡ് ഡേറ്റുകൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, MRF, ബജാജ് ഓട്ടോ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും ഈ വീഡിയോയുടെ ഭാഗമാണ്. നിഫ്റ്റി സമീപകാലത്ത് തന്നെ 25,000 പോയിന്റ് കീഴടക്കാനുള്ള സാധ്യത ശക്തമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. അങ്ങനെ കരുതാൻ സഹായിക്കുന്ന കാരണങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാന കാരണം നിഫ്റ്റി അടുത്തിടെയായി വീണ്ടെടുത്തിരിക്കുന്ന കരുത്താണ്. ഗണ്യമായ നേട്ടമാണിത്. ഈ നിലവാരത്തിലൂടെ നിഫ്റ്റിക്ക് അതിശക്തമായ അടിത്തറയാണ് സജ്ജമായിരിക്കുന്നത്. ഈ അടിത്തറയിൽ നിന്ന് മുന്നോട്ടു പോകാൻ വിപണിക്ക് നിഷ്പ്രയാസം സാധ്യമാകുമെന്ന് കരുതുന്നു. പല നിരീക്ഷകരും നിഫ്റ്റിയുടെ ടാർഗറ്റ് ഉയർന്ന തലത്തിലേക്ക് റിവൈസ് ചെയ്തിരിക്കുന്നു എന്നതും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 25,000 പോയിന്റ് സമീപ സാധ്യതയാണെന്നതിനുള്ള മറ്റൊരു കാരണം മാർക്കറ്റിന് വേണ്ടി വന്ന കറക്ഷന്റെ വളരെ സുദീർഘമായ കാലയളവാണ്. അത് 18 മാസം പിന്നിട്ടിരിക്കുന്നു. പ്രൈസ് കറക്ഷനും അതുപോലെ തന്നെ ടൈം കറക്ഷനും ഒരേ സമയം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രത്യേകത. അതും വലിയ അളവിൽ തന്നെയാണ് ഈ രണ്ട് കറക്ഷനുകളും സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ബുൾ മാർക്കറ്റിന് വേദിയൊരുക്കുന്നതായാണ് ചരിത്രം നൽകുന്ന പാഠം. ഈ വർഷം തന്നെ സെൻസെക്സിൽ 9% തിരുത്തലാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലാകട്ടെ തിരുത്തൽ 8.02%. 25,000 പോയിന്റ് നിഫ്റ്റിക്ക് സമീപ സാധ്യതയാണെന്നതിന് മറ്റൊരു കാരണം വാല്യുവേഷന്റെ ആകർഷകത്വമാണ്. 10 വർഷ ശരാശരിയുടെ താഴേക്ക് പോലും പല ഓഹരികളുടെയും വാല്യുവേഷൻസ് എത്തിയിരിക്കുന്നു എന്നത് ബുൾ സോൺ ആസന്നം എന്നതിന്റെ സൂചനയായി തന്നെ കരുതണം. സെൻസെക്സിന്റെ 2026 ഡിസംബർ ടാർഗറ്റ് 95,000 പോയിന്റ് എന്ന് മോർഗൻ സ്റ്റാൻലി പ്രവചിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. 25,000 പോയിന്റ് കീഴടക്കാനുള്ള നിഫ്റ്റിയുടെ ശ്രമം ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുകയാണെന്ന് കരുതാൻ സഹായകമായ മറ്റൊരു കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവിന് വിപണിയുടെ കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കുന്നു എന്നതാണ്. വാല്യുവേഷൻസിന്റെ ആകർഷകത്വം മാത്രമല്ല ശ്രദ്ധേയമായിട്ടുള്ളത്, വളരെ ശ്രദ്ധേയമായ ഏണിങ്സ് മൊമെന്റം, അതുപോലെ തന്നെ ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് അപ്ഗ്രേഡ് എന്നിവയൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് പ്രലോഭനമാകുന്ന ദിവസങ്ങൾ ഒട്ടും തന്നെ വിദൂരമല്ലെന്ന് പ്രത്യാശിക്കാം. ഇന്ത്യയിൽ സാന്നിധ്യമുള്ള മോണ്ടാലീസ, കൊക്കക്കോള, പെർണോഡ് റിക്കാർഡ്, റെക്കിറ്റ് ബെങ്കൈസർ, കാർസ്ബർഗ് തുടങ്ങിയ ഗ്ലോബൽ കൺസ്യൂമർ കമ്പനികൾക്ക് രാജ്യത്തെ സ്ഥിതിയിൽ വലിയ മതിപ്പാണുള്ളത്. ഇക്കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഈ കമ്പനികൾ കൈവരിച്ചത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ്. ഇന്ത്യ മികച്ച ഗ്രോത്ത് മാർക്കറ്റാണെന്ന് ഇവയുടെ വിശ്വാസം പരോക്ഷമായി സ്റ്റോക്ക് മാർക്കറ്റിന്റെ സാധ്യതകളിലേക്ക് കൂടിയാണല്ലോ വിരൽ ചൂണ്ടുന്നത്. സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്നിവയുടെ ക്ലോസിംഗ് നിലവാരം, നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലെ സപ്പോർട്ട് റേഞ്ച്, നിഫ്റ്റിക്ക് മറികടക്കേണ്ടി വന്നേക്കാവുന്ന റെസിസ്റ്റൻസ് റേഞ്ച് എന്നിവ ഇനി പരിശോധിക്കാം. സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 77,328.19 നിലവാരത്തിലാണ്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,176.15 നിലവാരത്തിൽ. നിഫ്റ്റി ബാങ്ക് സൂചികയാകട്ടെ 55,310.55 നിലവാരത്തിലാണ് അവസാനിച്ചത്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന സപ്പോർട്ട് 23,900-നും 24,000 പോയിന്റിനും ഇടയിലാണ്. നിഫ്റ്റിക്കുള്ള
റെസിസ്റ്റൻസ് റേഞ്ച് 24,450-നും 24,550-നും ഇടയിലായിരിക്കും. ഈ കടമ്പ കടക്കാൻ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണെന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡ്, MRF ലിമിറ്റഡ്, ബജാജ് ഓട്ടോ എന്നിവയുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങൾ നോക്കാം. ഗുജറാത്തിലെ വാഡിനാറിൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ആരംഭിക്കാൻ കേന്ദ്ര ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പിലെ ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകിയിരിക്കുന്നു. അവിടെ 2 വലിയ ഫ്ലോട്ടിംഗ് ഡോക്കുകൾ ഉൾപ്പെടെയുള്ള ഷിപ്പ് റിപ്പയർ ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിരിക്കും. ഫെസിലിറ്റിയുടെ ഓപ്പറേഷൻസ് ചുമതലയും കൊച്ചിൻ ഷിപ്പ്യാർഡിന് തന്നെയായിരിക്കും. 36 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മികച്ച പ്രവർത്തന ഫലം പ്രഖ്യാപിച്ചിരിക്കുന്ന MRF, രാജ്യത്തെ ഏറ്റവും വലിയ ടയർ നിർമ്മാണ കമ്പനിയാണ് MRF. ആ കമ്പനി ഫൈനൽ ഡിവിഡൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് 2290%. അതായത് 10 രൂപയുടെ ഓരോ ഓഹരിക്കും ഓഹരി ഉടമകൾക്ക് ലഭിക്കുക 229 രൂപ വീതം. MRF ലിമിറ്റഡിന്റെ ഓഹരി വിപണി വില 1,30,000-ഓളം രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ഓഹരിയും MRFന്റേത് തന്നെ. ബജാജ് ഓട്ടോ ലിമിറ്റഡ് ഓഹരി ഒന്നിന് 150 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഹരി ബൈബാക്കിനും കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ഏതൊക്കെയെന്ന് ഇനി നോക്കാം. മെയ് 11-ന് ഹാബർട്ട് ഇന്ത്യ, കാനറ ബാങ്ക്, ബട്ടർഫ്ലൈ, ഫ്രാക്ടൽ അനലിറ്റിക്സ്, ഇന്ത്യൻ ഹോട്ടൽസ്, പാരാദീപ് ഫോസ്ഫേറ്റ്സ്, ഹെറിറ്റേജ് ഫുഡ്സ്, JSW എനർജി എന്നിവ ഫലം പ്രഖ്യാപിക്കും. മെയ് 12-ന് പി-ഗാർഡ് ഇൻഡസ്ട്രീസ്, ബർജർ പെയിന്റ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, KPR മിൽ, നൊവാർട്ടിസ് ഇന്ത്യ, ശേഷസായി പേപ്പർ, ടാറ്റ പവർ, തോമസ് കുക്ക്, ഭാരത് പെട്രോളിയം ലിമിറ്റഡ് BPCL, ഡിക്സൺ ടെക്നോളജീസ്, കൽപ്പതരു ലിമിറ്റഡ്, ഫൈസർ ലിമിറ്റഡ്, ടോറന്റ് പവർ എന്നിവ ഫലം പ്രഖ്യാപിക്കും. മെയ് 13-ന് ഭാരതി എയർടെൽ, സിപ്ല ലിമിറ്റഡ്, റോംപ്ടൺ ഗ്രീവ്സ്, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമ, LIC ഹൗസിംഗ് ഫൈനാൻസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം HPCL, ഓയിൽ ഇന്ത്യ, TVS മോട്ടോർ കമ്പനി എന്നിവയുടെ ഫലം അറിയാൻ സാധിക്കും. മെയ് 14-നാണ് അപ്പോളോ ടയേഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL, കാർബറാൻഡം യൂണിവേഴ്സൽ, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GE ഷിപ്പിംഗ്, JSW സ്റ്റീൽ, ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്, ആന്ധ്ര പേപ്പർ എന്നിവ ഫലം പ്രസിദ്ധീകരിക്കുന്നത്. മെയ് 15-ന് GIC ഹൗസിംഗ് ഫൈനാൻസിന്റെ പ്രവർത്തന ഫലം പരസ്യപ്പെടുത്തും. ഈ കമ്പനികളിൽ പലതും ഈ തീയതികളിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതുമാണ്. ഇനി ഡിവിഡൻഡിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ നോക്കാം. മെയ് 11-ന് മണപ്പുറം ഫൈനാൻസ് ഡിവിഡൻഡ് നൽകുന്നതിനുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. മെയ് 12-നാണ് ഗോദ്രജ് കൺസ്യൂമർ പ്രോഡക്ട്സ് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് മെയ് 15-ന് ഡിവിഡൻഡിനുള്ള റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.